അഡ്വക്കേറ്റ് വി കെ മിനിമോളിൽ നിന്ന് ആരംഭിക്കുകയാണ്. കഴിഞ്ഞ വർഷം അല്ലേ, ചുണ്ടിനും കപ്പിനും ഇടയിലാണ് നിങ്ങൾക്ക് ഭരണം നഷ്ടപ്പെട്ടത്. എന്താണ് പ്രതീക്ഷ? ഞാൻ ആമുഖത്തിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ വികസന മുരടിപ്പ്, ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ. പക്ഷേ കേരള രാഷ്ട്രീയത്തിലെ ചില വിവാദങ്ങൾ, അതുപോലെ ദേശീയ രാഷ്ട്രീയം, ഇതൊക്കെ സജീവമായിട്ട് ചർച്ച ചെയ്യും. വോട്ടർമാരുടെ മനസ്സിൽ അതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പ്രതിഫലനം ഒക്കെ ആയിരിക്കും ജനഹിതം അല്ലേ? എങ്ങനെ നോക്കിക്കാണിക്കുന്നു ഈ തെരഞ്ഞെടുപ്പിനെ? തീർച്ചയായും ജനറൽ വിഷയങ്ങൾ ഉൾപ്പെടെ, അതായത് കേരളത്തിൽ നിന്ന് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ ഉൾപ്പെടെ ജനങ്ങളുടെ മനസ്സിലുണ്ട്. ആദ്യമായുള്ള ഒരു സെമി ഫൈനൽ, നിയമസഭയ്ക്ക് മുമ്പുള്ള ഒരു സെമി ഫൈനൽ ആയിട്ട് തന്നെയാണ് ഈ തദ്ദേശ ഇലക്ഷൻ കരുതപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ വിഷയങ്ങളും മനസ്സിൽ വെച്ചുകൊണ്ടുള്ള ഒരു വോട്ടെടുപ്പ് തന്നെയായിരിക്കും ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നത് എന്നത് യാഥാർത്ഥ്യമാണ്. ഒരു ക്ഷേമ പ്രവർത്തനങ്ങൾ ഒരേപോലെ കൊണ്ടുപോകുന്ന ഒരു ഭരണത്തിന് മാത്രമാണ് ജനങ്ങളുടെ മനസ്സിലേക്ക് കടന്നു ചെല്ലാൻ സാധിക്കുകയുള്ളൂ. തദ്ദേശ ഇലക്ഷൻ ആയതുകൊണ്ട് തന്നെ പ്രാദേശികമായ വിഷയങ്ങൾ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഇലക്ഷൻ കൂടിയാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുകളെന്ന് പറയുന്നത്. തീർച്ചയായും UDF മുന്നണിക്ക് വലിയ പ്രതീക്ഷയാണ് ഈ തെരഞ്ഞെടുപ്പുമായി സംബന്ധിച്ചുള്ളത്. കേരളത്തിൽ തന്നെ നല്ല വിജയം UDFനുണ്ടാവും എന്ന് ഞങ്ങൾ കരുതുകയാണ്. ഓക്കെ, നിങ്ങൾ വോട്ടർമാരുടെ മുന്നിൽ വെക്കുന്ന വാഗ്ദാനങ്ങൾ എന്തൊക്കെയാണ്? കാരണം നേരത്തെ UDF ഭരിച്ചതാണ്, എറണാകുളം നഗരസഭ കോർപ്പറേഷൻ ഭരിച്ചതാണ്. ഇപ്പോൾ കഴിഞ്ഞ 5 വർഷത്തെ ഇടതുമുന്നണിയുടെ ഭരണം, അതിൻ്റെ പോരായ്മകൾ, ന്യൂനതകൾ ഒക്കെ ചൂണ്ടിക്കാണിച്ചായിരിക്കുമല്ലോ അല്ലേ വോട്ട് പിടിക്കുന്നത്? തീർച്ചയായും വളരെ അഭിമാനത്തോടു കൂടി തന്നെയാണ് UDF മുന്നണി എറണാകുളം കൊച്ചിൻ കോർപ്പറേഷനിൽ മത്സരിക്കുന്നത്. തീർച്ചയായും ഞങ്ങൾ പറയുന്ന ഒരു കാര്യമുണ്ട്. 2010-15 ശ്രീ ടോണി ചമ്മണി മേയറായിരുന്ന സമയത്ത് നമ്മൾ നേടിയെടുത്ത കേന്ദ്ര ഫണ്ട് സ്മാർട്ട് സിറ്റി, അത് കേവലം ഒരു ഗ്രാൻഡായിട്ടോ അല്ലെങ്കിൽ നമുക്ക് ലഭിച്ച ഒരു സഹായധനമോ അല്ല. അത് ഇന്ത്യയിലെ പ്രമുഖ നഗരങ്ങളുമായി മത്സരിച്ചുകൊണ്ട് ആ മത്സരത്തിൽ 5ാമത് കൊച്ചി എത്തിച്ചുകൊണ്ടാണ് ഈ 1300 കോടിയോളം രൂപ കൊച്ചി നഗരത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ലഭ്യമാക്കിയത്. ആ വികസന പ്രവർത്തനങ്ങളുടെ പൂർത്തീകരണ ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു തദ്ദേശ ഇലക്ഷനിലേക്ക് നമ്മൾ പോകുന്നത്. കഴിഞ്ഞ ഡിസംബർ മാസം CSML ഫണ്ടുമായി ബന്ധപ്പെട്ടുള്ള വർക്കുകൾ പൂർത്തീകരിക്കേണ്ടതായിരുന്നു. ആ പൂർത്തീകരണത്തിൻ്റെ ഒരു മികവ് കഴിഞ്ഞ 15 വർഷമായി 2010-15 കൗൺസിലിൻ്റെ ലാസ്റ്റ് കൗൺസിലാണ് സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട ഫയലുകൾ പാസ്സാക്കി നമ്മൾ മത്സരത്തിലേക്ക് കടന്നതും 5ാം സ്ഥാനം കൊച്ചിക്ക് ലഭിച്ചതും. 2015-20 അത് സൗമിനി ജെയിൻ മേയറായിരുന്ന സമയമാണ്. ആ സമയത്ത് ആ വർക്കുകൾ എങ്ങനെ നടത്തണം, ലഭിച്ച ഫയലുകൾ അല്ലെങ്കിൽ ലഭിച്ച പ്രൊജക്റ്റുകൾ, സാങ്ഷനാക്കിയ പ്രൊജക്റ്റുകൾ നടപ്പിലാക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തതും ബാക്കി കാര്യങ്ങൾ ചെയ്തതും. അത് പൂർത്തീകരണം ഇപ്പോൾ 2020-25 LDF ഭരണസമിതിക്കായിരുന്നു അഡ്വക്കേറ്റ് അനിൽകുമാർ നേതൃത്വം നൽകിയ ഭരണസമിതി. തീർച്ചയായും UDF ലഭിച്ച ഫണ്ട്, ആ ഫണ്ടുകളുടെ പൂർത്തീകരണം മാത്രമാണ് കഴിഞ്ഞ 5 വർഷം ലഭിച്ചിട്ടുള്ളതെന്ന് നിസ്സംശയം ഞങ്ങൾക്ക് പറയാൻ സാധിക്കും. ആ ഒരു ആത്മവിശ്വാസം UDFനുണ്ട്. ആ വികസന പ്രവർത്തനം, അത് ഞങ്ങൾ കണ്ട കൊച്ചിയിലെ മാറ്റങ്ങൾ, ഇപ്പോൾ എറണാകുളം മാർക്കറ്റിനെ സംബന്ധിച്ച് ഞങ്ങൾ സമർപ്പിച്ച പ്രൊജക്റ്റാണ് പൂർത്തീകരിച്ചിരിക്കുന്നത്. അതുപോലെ റേ പദ്ധതി UDF സമർപ്പിച്ച പ്രൊജക്റ്റാണ് പൂർത്തീകരിച്ചിരിക്കുന്നത്. അങ്ങനെ എടുത്തു നോക്കിയാൽ UDFൻ്റെ പ്രൊജക്റ്റുകൾ, UDFൻ്റെ വികസന കാഴ്ചപ്പാടുകളാണ് ഈ പ്രാവശ്യം പൂർത്തീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഓക്കെ.